എന്താ ചേച്ചി ഉണ്ടായത്? പ്രസാദേട്ടൻ കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തത്? ഇങ്ങനെ ഒന്നും മിണ്ടാതെ എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് ദാ ഇവിടെ വരെ എത്തിയില്ലേ? ഇനിയെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർ തുറന്നു പറഞ്ഞൂടെ? വേണ്ട. എന്താ സംഭവിച്ചെന്ന് ഞാൻ പ്രസാദേട്ടൻ്റെ അമ്മോട് ചോദിച്ചോളാം. അമ്മേ, അമ്മേ! അമ്മ ഇവിടെ ഇല്ല. എവിടെ പോയി? ഒന്ന് പറയേ ചേച്ചി, അമ്മ എവിടെ പോയി? ബാലമ്മാമ്മയെ പ്രസാദേട്ടൻ ഇറക്കി വിട്ടപ്പോ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്തൊക്കെ കേൾക്കുന്നത്? ബാലമാമയെ? സത്യാണ് ബാബു, എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. പ്രസാദേട്ടന്റെ ഈ പോക്ക് ശരിയില്ലെന്ന് ഉപദേശിച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ബാലമ്മയുടെ ഇറങ്ങി പോവാൻ പറഞ്ഞത്. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞ് ബാലമ്മ പോയി. അമ്മേ, പ്രസാദൻ എന്തായി ചെയ്തത്? എല്ലാവരും പിണക്കി വിട്ടിട്ട് എങ്ങനെ ജീവിക്കാൻ ഉദ്ദേശം? എത്ര ദിവസമായി പ്രസാദേട്ടൻ കുടി തുടങ്ങിയിട്ട്? ഇന്നലെ ആദ്യമായിട്ട്. ഓ, അപ്പോൾ ഇന്നലെയായിരുന്നു ഉദ്ഘാടനം. രാഹുവാലൊക്കെ നോക്കിയിട്ടാണാവോ ഈ നല്ല ശീലം ആരംഭിച്ചത്? ആരോട് അങ്ങേരി വാശി തീർക്കുന്നത്? എന്നോട്. ഞാനാണല്ലോ ശത്രു. എങ്കിൽ പിന്നെ ചേച്ചി ഇന്നിവിടെ കഴിയുന്നത്? സ്നേഹമുള്ളവരൊക്കെ പോയില്ലേ? പക്ഷെ പ്രസാദേട്ടനോട് എനിക്ക് ശത്രുതയില്ലല്ലോ. അതുകൊണ്ട് എന്ത് ഗുണം? ഞാൻ പറയുന്നത് ചേച്ചി ഇപ്പം തന്നെ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്നാ. മുകളിലാ മുറി കിടക്കുന്നത് പഴയ പ്രസാദേട്ടനല്ല, ആരെയും സ്നേഹിക്കാത്ത ഒരു വിചിത്ര മനുഷ്യനാ. ചേച്ചി വാ, നമുക്ക് നമ്മുടെ വീടുണ്ട്. ഇല്ല ബാബു, പിടിച്ചു നിൽക്കാൻ കഴിയുന്നിടത്തോളം ഞാൻ ഇവിടെ തന്നെ. ഇറക്കി വിടുന്നു വരെ എന്ന് പറയുന്നതല്ലേ കൂടുതൽ ശരി. ഞാനീ ഒന്നും മിണ്ടുന്നില്ല. എല്ലാം ചേച്ചിയുടെ ഇഷ്ടം. ഞാൻ പോകുന്നു. നീ ചേച്ചിയോട് പിണങ്ങി പോവാണോ? ഈ ജന്മം എനിക്കതിന് കഴിയില്ല. മതി, എനിക്കത് മതി. ബാബു, പ്രസാദേട്ടന്റെ അമ്മയുടെ കാര്യം ഒന്ന് അന്വേഷിക്കണം. മിക്കവാറും രമേശേട്ടന്റെ വീട്ടിലുണ്ടാവും. നീ അവിടെ പോയി വിവരങ്ങൾ അറിയണം. എന്നിട്ട് എന്നെ വിളിച്ച് പറയണം. ശരി, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് പോവാം. അമ്മേ, അമ്മേ! ആരോ വിളിച്ചല്ലോ. ആ ബാബു. എന്താ ബാബു, എന്തുണ്ടായി? ഒന്നുമില്ല. ദൈവമേ, ഞാൻ എന്തോ വിചാരിച്ച് പേടിച്ചു കുഞ്ഞേ. ബാബു എന്തോ കുഴപ്പം പിടിച്ച ന്യൂസ് അറിയിക്കാൻ വന്നതാണെന്നാവും അമ്മ പേടിച്ചത്, അല്ലേ അമ്മേ? ആ, ആകെപ്പാടെ കുഴപ്പത്തിൽ കിടക്കുമ്പോ ഇനി പ്രത്യേകിച്ചൊരു കുഴപ്പം വേണം അമ്മേ. അത് നേരാ. ബാബു ഇരിക്കെ. ഞാൻ വന്നത് അമ്മയെ കാണാനാ. കണ്ടിട്ട് സുമിത്രേച്ചിയുടെ വിവരം പറയണം.
എന്നെ ചേച്ചി പറഞ്ഞു വിട്ടതാ ഇങ്ങോട്ട്. എന്റെ മോളെ, നിന്നെ അവിടെ ഒറ്റയ്ക്കാക്കി പോരാൻ എനിക്ക് തോന്നിയല്ലോ. അമ്മ വിഷമിക്കാതിരിക്കെ, ഒക്കെ നേരെയാവും. അതെ, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? സുമിത്രേച്ചി പറഞ്ഞത് കുറച്ചു ദിവസം അമ്മ ഇവിടെ നിൽക്കട്ടെ എന്നാ. കണ്ടോ, സുമിത്ര സമ്മതിച്ചു. ഇനി മനപ്രയാസം ഇല്ലല്ലോ. മനപ്രയാസം മാറുമോ മോളെ? അവര് ഭാര്യയും ഭർത്താവും എന്ന് രമ്യതയിലാവുന്നു, അന്നേ എന്റെ മനപ്രയാസം നീങ്ങും. എന്നാ അതൊട്ടും വൈകില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അവിടുത്തെ വിശേഷം പറയും മോനെ. ഞാൻ പോകുന്നത് പിന്നെ എങ്ങനെയുണ്ട് പ്രസാദിന്റെ വട്ടും പാവും? എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? എങ്ങനെയാ സുമിത്രയോട് ഇപ്പോ? എന്താ മോനെ നീ ഒന്നും മിണ്ടാത്തത്? അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും വഴക്കുണ്ടാക്കുന്നൊന്നും ഞാൻ കണ്ടില്ല. അമ്മയ്ക്ക് ഇവിടെ സുഖമല്ലേ? അമ്മ സുഖം തേടി പോന്നതല്ല മോനെ. അയ്യോ, ഞാനതല്ല ഉദ്ദേശിച്ചത്. എന്റെ കുട്ടികളുടെ കുടുംബത്തിൽ എന്ന് സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നു, അന്ന് മാത്രമേ ഈ അമ്മയ്ക്ക് മനസ്സുഖം ഉണ്ടാവൂ. ദൈവമേ, നീ അതിനൊരു വഴി കാണിച്ചു തരണേ. ഇനി ഇങ്ങനെ ഞങ്ങളെ പരീക്ഷിക്കരുത്. ബാബു, അമ്മയോട് പറഞ്ഞതൊക്കെ നേരാണോ? എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? ഏയ്, ഒന്നുമില്ല. ബാബുവിന്റെ മുഖം കണ്ടപ്പോ അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. നേരാ ചേച്ചി. ഞാൻ രാവിലെ അവിടെ ചെന്നപ്പോൾ പ്രസാദേട്ടൻ ഉറക്കമുണർന്നിട്ടില്ല. ഇന്നലെ അമ്മ ഇവിടെ വന്ന ശേഷം എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ചോദിച്ചിട്ട് സുമിത്രേച്ചൊന്നും പറഞ്ഞില്ല. ആ, ചേച്ചി ഒരു ഉപകാരം ചെയ്യണം. അമ്മ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ നിർബന്ധിക്കണം. അമ്മ കൂടി ഇല്ലാതായാൽ പ്രസാദേട്ടൻ്റെ അവസ്ഥ കൂടുതൽ വഷളാവുകയുള്ളൂ. നിയന്ത്രിക്കാൻ ആരുമില്ലല്ലോ ഇപ്പോൾ. പക്ഷേ അമ്മ ഇന്നലെ പറഞ്ഞത് ബാലമാമി ഇറക്കി വിട്ടിടത്തേക്ക് ഇനി ഇല്ലെന്നാ. അത്ര വാശിയാ പ്രസാദിനോടിപ്പോ. എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം. ബാബു ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ചായ വേണോ അതോ മോര് വേണോ? അല്ല, മദ്യത്തിന്റെ കെട്ടുവിടാൻ മോര് കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. താൻ എന്നെ പരിഹസിക്കുകയാണോ? ഞാൻ പരിഹസിക്കുന്നില്ല. പക്ഷേ പ്രസാദേട്ടൻ കുറെ ദിവസങ്ങളായി എന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. ഓഹോ, താങ്ക് യു ഫോർ ദ കൈൻഡ് ഇൻഫർമേഷൻ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഉണ്ട്. ഇന്നലെ രാത്രി ഇവിടേക്ക് വന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മിക്കേണ്ട കാര്യമില്ല. എന്നാ ഓർമ്മിച്ചേ മതിയാവൂ. ഇതൊരു ലോഡ്ജല്ല, വീടാണ്, കുടുംബമാണ്. കുടിച്ചു ബോധം കെട്ട നിലയിലല്ല ഇങ്ങോട്ട് വരേണ്ടത്. ഭർത്താവിനെ ഒരു അന്യ പുരുഷൻ താങ്ങിപ്പിടിച്ച് വീട്ടിലെത്തിക്കുക,
ഇത് പതിവാക്കി കഴിഞ്ഞ പിന്നെ എനിക്കിവിടെ എന്താ ഒരു സുരക്ഷിതത്വം? ഞാൻ ആലോചിച്ചിട്ടില്ല. അത് ആലോചിച്ചേ പറ്റൂ. സ്വന്തം സുഖത്തിന് വേണ്ടിയാണല്ലോ ഈ ശീലം തുടങ്ങിയത്. പക്ഷെ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ദുരിതം എന്താണെന്ന് കൂടി പ്രസാദേട്ടൻ അറിയണം. ഈ വീട്ടില് ആകെ എനിക്ക് അഭയം ഉണ്ടായിരുന്നത് അമ്മയും. അത് പ്രസാദേട്ടൻ ഇല്ലാതാക്കി ബാലമാമ ഇറക്കി വിട്ടു. എന്റെ സങ്കടം കേൾക്കാൻ ഒരാശ്വാസ വാക്ക് പറയാൻ എനിക്കിപ്പോ ആരുമില്ലാതായി. പ്രസാദേട്ടൻ എന്താ സംഭവിച്ചത്? കൊടിയനാണെന്നും പറഞ്ഞ് രമേശ് ഏട്ടനെ പുച്ഛിക്കുകയും വെറുക്കുകയും ചെയ്തിരുന്ന പ്രസാദേട്ടൻ എങ്ങനെ അതേ ദുശീലത്തിൽ ചെന്ന് വീണു? താൻ കാരണം. ഞാൻ താൻ ഒരുത്തി കാരണം. ഞാൻ എന്ത് ചെയ്തു? വേണ്ട. ചരിത്രം ചകഞ്ഞ് വൃത്തികെട്ട ചവറൊക്കെ എടുത്ത് പുറത്തിടാൻ എനിക്ക് താല്പര്യമില്ല. പ്രസാദ് എന്തായാലും മോശക്കാരനാവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. രമേശൻ മഹാത്മാവായ സ്ഥിതിക്ക് പ്രസാദ് ചെകുത്താനാവണല്ലോ. ഈക്വലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അരുത് പ്രസാദേട്ടൻ. ഇന്നലെ നടന്നത് ഒരു ദുസ്വപ്നമാണെന്ന് കരുതി ഞാൻ മറന്നോളാം. ഇനി ഒരിക്കലും പ്രസാദേട്ടൻ ആ വിഷം കഴിക്കരുത്. വിഷമോ? അത് വിഷമല്ല, അമൃതാണ്. ചതിയുടെയും മാനം കെടുത്തലിന്റെയും വിമർശനത്തിന്റെയൊക്കെ മുറിവുണക്കുന്ന അമൃത്. ഞാനത് ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. സഹിക്കാവുന്നവരുടെ നിന്നാ മതി. അല്ലാത്തവർക്ക് സുഭദ്രാമ്മയുടെയും ബാലമാമയുടെയും പുറകെ ഇറങ്ങി പോവാം. പോയാൽ വളരെ സന്തോഷം. നീ എവിടെ പോയിട്ട് വരുന്നു? പോസ്റ്റ് ഓഫീസിൽ പോയി. ഇത്ര നേരം പോസ്റ്റ് ഓഫീസിലോ? വരും വഴി സുമിത്രേച്ചി കാണാൻ കയറി. അത് ശരി. എന്നിട്ട് എന്താടാ? എന്താ നിന്റെ മുഖം വല്ലാതെ? എന്തുണ്ടായി ബാബു? അവിടെ കാര്യങ്ങൾ ആകെ വഷളായിരിക്കച്ച. കാര്യങ്ങൾ വഷളായെന്നോ? അതെ അച്ഛാ, നമ്മളൊന്നും അറിയുന്നില്ല. വീട് വിട്ടുപോയ പ്രസാദേട്ടൻ തിരിച്ചു വന്നോടെ എല്ലാം ഭംഗിയായി എന്നായിരുന്നില്ലേ നമ്മുടെ വിചാരം? സത്യം അതൊന്നുമല്ല. ഈശ്വരാ, നീ എന്തായി പറയുന്നത് ബാബു? പ്രസാദേട്ടന്റെ മനസ്സിൽ നിന്നും ഒന്നും മാഞ്ഞു പോയിട്ടില്ല. കഴിഞ്ഞതെല്ലാം അടുക്കടുക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുക പ്രസാദേട്ടൻ, ഒരുതരം പകയോടെ. പക്ഷേ സുമിത്ര എന്നോടൊന്നും. മനഃപൂർവ്വം നമ്മളാരെയും വേദനിപ്പിക്കാതിരിക്കാൻ മനഃപൂർവ്വം എല്ലാം മറച്ചു വയ്ക്കായിരുന്നു സുമിത്രേച്ചി. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത നിലയിലായെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ അങ്ങനെ തോന്നാൻ? ഇപ്പൊ പ്രത്യേകിച്ച് എന്താ ഉണ്ടായത്? ഒന്ന് തെളിച്ചു പറയടാ. എന്താ ഉണ്ടായത് മോനെ? ഞാൻ ചെല്ലുമ്പോൾ പ്രസാദേട്ടൻ ഓഫീസിൽ പോയിട്ടില്ല, ഉണർന്നിട്ട് പോലുമില്ല. കൃത്യം 9 മണിക്ക് ഓഫീസിലേക്ക് പുറപ്പെട്ടിരുന്ന മനുഷ്യൻ മണി 10 എഴുന്നേറ്റില്ലെന്ന് പറയുമ്പോൾ സ്ഥിതി ഊഹിച്ചൂടെ? അതെന്താ അങ്ങനെ? രാത്രി വളരെ വൈകി വീട്ടിലെത്തിയാൽ പിറ്റേന്ന് വൈകിയല്ലേ ഉണരാൻ പറ്റൂ. ആ വീട്ടിലെ താളമെല്ലാം തെറ്റിയിരിക്കുന്നു അച്ഛാ. സംശയം ഉണ്ടെങ്കിൽ ചെന്ന് നോക്ക്, നേരി തന്നെ കാണാം. ചോദിക്കാനോ നിയന്ത്രിക്കാനോ ഇനി ആരുമില്ലല്ലോ. ആകെ ഇത്തിരിയെങ്കിലും പേടിയും ബഹുമാനം ഉണ്ടായിരുന്നത് ബാലമാമയോടായിരുന്നു. ആ ബാലമാമ ഇറക്കി വിട്ടില്ലേ പ്രസാദേട്ടൻ? ബാലരാമനെ പ്രസാദ് ഇറക്കി വിട്ടെന്നോ? അതെ. എന്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? എന്തിനായിരുന്നു? പ്രസാദേട്ടന്റെ വഴിതെറ്റിയ പോക്കറിഞ്ഞ് ഒന്ന് ഉപദേശിക്കാൻ എത്തിയതാ ബാലമാമ.
ഒന്നും രണ്ടും പറഞ്ഞ് അവർ തമ്മിൽ തെറ്റി. അപ്പോഴാ പ്രസാദേട്ടൻ ബാലമാമയോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. ഈ പ്രസാദിന് എന്ത് പറ്റി? എന്തൊക്കെ ഗുരുത്വദോഷമായി അയാൾ വരുത്തി വെക്കുന്നത്? അത് മാത്രമല്ല അച്ഛാ, ബാലമാമ പോയപ്പോൾ ഇനി ആ വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് പ്രസാദേട്ടൻ്റെ അമ്മ ഇറങ്ങിപ്പോയി. ഈശ്വര, എനിക്കൊന്നും കേക്കണ്ട. ഇനി പ്രസാദേട്ടൻ ഫ്രീ അല്ലേ? തടസ്സങ്ങളെല്ലാം ഒഴിവായി. ഇനി ബാക്കിയുള്ളത് ഒരു അടിമ മാത്രം, എൻ്റെ സുമിത്രേച്ചി. ഹലോ ഹലോ, ആരാണ്? എന്നാലും ബാലരാമ, നമുക്കിടയിൽ ഇത്രയേറെ ദൂരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലടോ. ഇത്രയും ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ട് എല്ലാം സ്വന്തം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് താനങ്ങ് തിരിച്ചു പോയി അല്ലേ? നല്ല കൂട്ടുകാരനാടോ താൻ, നല്ല ബന്ധുവാ, നല്ല മനുഷ്യനുമാ. പക്ഷേ എന്നെ ഇത്രയും അന്യനാക്കേണ്ടിയിരുന്നില്ല. ശങ്കര, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കും പിടികിട്ടുന്നില്ലടോ ബാലരാമ. തന്റെ വിരൽ തുമ്പിൽ തൂങ്ങി നടന്നവനല്ലേ പ്രസാദ്? അയാൾക്ക് എങ്ങനെ കഴിഞ്ഞടോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ? അത് എടോ, അത് പിന്നെ പ്രസാദിന്റെ ഭാഗത്ത്. പ്രസാദിന്റെ ഭാഗത്ത് ന്യായമേ ഉള്ളൂ അല്ലേ? അതല്ലേ താൻ പറയാൻ വന്നത്? എനിക്ക് മനസ്സിലായി. സ്വന്തം അമ്മ കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എനിക്ക് പൂർണ്ണമായും മനസ്സിലായടോ. എന്താ പറഞ്ഞേ? സുഭദ്ര വീട് വിട്ടു പോയെന്നോ?